സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിനെ അനുസ്മരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് മോദി ആലിനെ അനുസ്മരിച്ചത്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, വളരെ ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. എന്തായാലും കേരളത്തിലെ ആ കൊച്ചു അവയവദാതാവിനെ, നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന അവയവദാതാവിനെ ഓർത്തെടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം? അവയവദാനത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പരാമർശത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലിൻ ഷെറിൻ എബ്രഹാമിനെ ഓർത്തുകൊണ്ട് പരാമർശം നടത്തിയത്. ആലിൻ ഷെറിൻ നമുക്കറിയാം, ഒരു വാഹനാപകടത്തിലായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ച് ഈ അവയവങ്ങൾ ദാനം ചെയ്തത്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അവയവദാതാവാണ്. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികളോടെ എല്ലാമാണ് ആലിൻ്റെ മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാർ സംസ്കരിച്ചത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആലിൻ്റെ വീട്ടിലെത്തി അനുശോചനം അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ അടക്കമുള്ള നിരവധി പ്രമുഖർ ആലിനെ അനുസ്മരിച്ചുകൊണ്ട് രംഗത്ത് എത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഇത്തരത്തിൽ ഈ ആലിൻ്റെ ഈ ഒരു പ്രവൃത്തി അതിനെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുകഴ്ത്തുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിൻ്റെ അത്ര വേദന ഒന്നും ഒരു മാതാപിതാക്കളെയും ബാധിക്കാറില്ല. അത് വളരെ വലിയൊരു വേദനയാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത്. എന്നാൽ അതിനുശേഷവും ഈ കുട്ടിയുടെ കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ രക്ഷകർത്താക്കൾ തയ്യാറായി. ഇത് അവയവദാന രംഗത്തിന് വളരെ വലിയൊരു പ്രചോദനമാണ്. നിരവധി പേർ ഇത്തരത്തിൽ രംഗത്ത് വരാൻ ഈയൊരു സംഭവം അത് കാരണമാകും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് ആലിൻ ഷെറിൻ ഈയൊരു പ്രവൃത്തിയിലൂടെ മറ്റൊരു ജീവന് കൂടിയാണ് ഉണർവേകിയിരിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ആലിൻ്റെ കരളും അതുപോലെ തന്നെ വൃക്കയും അടക്കമുള്ള അവയവങ്ങളാണ് ദാനം ചെയ്തത്. മറ്റ് 2 കുട്ടികൾക്ക് ആയിരുന്നു ഈ അവയവങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തിരുന്നത്.